സെക്ഷൻ 3.3 മോണോട്ടോൺ സീക്വൻസസ്. അപ്പോൾ എന്താണ് മോണോട്ടോൺ സീക്വൻസസ്? ഇൻക്രീസിങ്, ഡിക്രീസിങ്, ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പം ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. We say that x is increasing if it satisfies the inequalities x1 less than or equal to x2 less than or equal to etc. xn less than or equal to xn plus 1 less than or equal to etc. അതായത് നമ്മുടെ ലെറ്റ് എക്സ് ആൻഡ് ബി എ സീക്വൻസ്. അപ്പോൾ സീക്വൻസിലെ ടേംസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമിനേക്കാളും ചെറുതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിനേക്കാളും വലുതാണ് സെക്കൻഡ് ടേം, അതിനേക്കാളും വലുതാണ് തേർഡ് ടേം, അങ്ങനെ പോവുകയാണ്. അതായത് ടേംസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? ഇൻക്രീസിങ് സീക്വൻസ് എന്നും. ഇനി സീക്വൻസ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ടേംസ് ഡിക്രീസ് ചെയ്യുകയാണ്, അതായത് ഫസ്റ്റ് ടേമാണ് ആ സീക്വൻസിലെ ഏറ്റവും വലിയ നമ്പർ. അങ്ങനെയാണെങ്കിൽ, അതായത് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x2, അതായത് സീക്വൻസിലെ ടേംസ് ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? ഡിക്രീസിങ് സീക്വൻസ് എന്ന്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു സീക്വൻസ് മോണോട്ടോൺ ആകണമെങ്കിൽ അത് ഒന്നുകിൽ ഇൻക്രീസിങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിക്രീസിങ്. അപ്പം ഇൻക്രീസിങ് ആണെങ്കിൽ അതിനെ എന്ത് പറയാം? മോണോട്ടോൺ സീക്വൻസ് എന്ന് പറയാം. ഡിക്രീസിങ് ആണെങ്കിലും മോണോട്ടോൺ സീക്വൻസ് എന്ന് പറയാം. അത് കണ്ടോ? ഇൻക്രീസിങ് സീക്വൻസ് 1, 2, 3, 4, എക്സെട്ര, n. ഇനി അതെന്താണ്? ഇൻക്രീസിങ് ആണല്ലേ. ഫസ്റ്റ് ടേമിനേക്കാളും വലുതാണ് സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, അങ്ങനെ. ഇത് കണ്ടോ? 1, 2, 2, 3, 3, അപ്പോൾ ഇതെന്താ? ഇതൊരു ഇൻക്രീസിങ് ആണ്. ഇവിടെ കണ്ടോ? എ സ്ക്വയർ, എ ക്യൂബ്, എക്സെട്ര ഫോർ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ പവേഴ്സ് മാറുമ്പോൾ, പവേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടേംസ് എന്ത് ചെയ്യാണ്? വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി ഡിക്രീസിങ് കണ്ടോ? 1, 1/2. ഇവിടെ എന്താണ്? 1 ആണ് ബാക്കി എല്ലാ നമ്പേഴ്സിനേക്കാളും വലുതല്ലേ. ഫസ്റ്റ് ടേമാണ് അവിടുത്തെ ലാർജസ്റ്റ് വൺ. അപ്പോൾ 1, 1/2 ഇവിടെ ഡിക്രീസ് ചെയ്യാണ്. ഇവിടെ അതുപോലെ തന്നെ 1, 1/2, 1/2 സ്ക്വയർ, എക്സെട്ര എന്താണ്? ടേംസ് ഡിക്രീസിങ് ആണ്. അതുപോലെ ഇവിടെയും, അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യുടെയും 1ൻ്റെയും ഇൻ ബിറ്റ്വീനിലുള്ള നമ്പേഴ്സ് ആണെങ്കിൽ പവേഴ്സ് കൂടുന്തോറും എന്താണ്? നമ്പേഴ്സ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻക്രീസിങ് ആണെങ്കിലും ഡിക്രീസിങ് ആണെങ്കിലും എന്ത് പറയാം? മോണോട്ടോൺ ആണെന്ന് പറയാം. ഇനി ദി ഫോളോയിങ് സീക്വൻസസ് ആർ, ഇത് മോണോട്ടോൺ അല്ലാത്ത സീക്വൻസസ് ആണ്. കണ്ടോ? പോസിറ്റീവ് ടേം, നെഗറ്റീവ് ടേം, പോസിറ്റീവ് ടേം, നെഗറ്റീവ് ടേം. ഇവിടെ എന്താണ്? ഇത് കൺവേർജൻറ്റും അല്ല, നമുക്കെന്താണ്? മോണോട്ടോൺ ആണെന്ന് പറയാനും പറ്റില്ല. കാരണം ഇൻക്രീസിങ്ങും അല്ല, ഡിക്രീസിങ്ങും അല്ല. കാരണം നെഗറ്റീവ് ടേംസും പോസിറ്റീവ് ടേംസും എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാൻ പറ്റില്ല? അതിനെ മോണോട്ടോൺ എന്ന് പറയാൻ പറ്റില്ല. ഇതും എന്തല്ല? മോണോട്ടോൺ അല്ല. കണ്ടോ? അപ്പോൾ നമ്മൾ മോണോട്ടോൺ സീക്വൻസസ് എന്താണെന്ന് കണ്ടു. സീക്വൻസസ് വിച്ച് ആർ എയ്തർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആർ കോൾഡ് മോണോട്ടോൺ സീക്വൻസസ് അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോണോട്ടോൺ കൺവേർജൻസ് തിയറം 3.3.2. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. A monotone sequence of real numbers is convergent if and only if it is bounded. അപ്പോൾ മോണോട്ടോൺ സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജൻ്റ് ആകണമെങ്കിൽ അതെന്തായിരിക്കണം? ബൗണ്ടഡ് ആകണം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് തിരിച്ചും പറയാം കോൺവേഴ്സ്ലി, ഇഫ് എ സീക്വൻസ് ഇസ് ബൗണ്ടഡ്, അല്ലെങ്കിൽ ഇഫ് എ മോണോട്ടോൺ സീക്വൻസ് ഇസ് ബൗണ്ടഡ് ദെൻ ഇറ്റ് ഈസ് കൺവേർജൻറ്റ് എന്ന് നമുക്ക് തിരിച്ചും പറയാം. കാരണം ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഫർദർമോർ നമുക്ക് എങ്ങനെയും പറയാം, if x is equal to xn is a bounded increasing sequence, then limit xn equal to supremum set of all xn such that n element of n. അപ്പം x ഒരു ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ, ഇവിടെ ബൗണ്ടഡ് ഇൻക്രീസിങ് എന്ന് വരുമ്പോൾ തന്നെ അത് എന്താണെന്ന് മനസ്സിലാവാം? മോണോട്ടോൺ ആണെന്ന് അല്ലേ. അങ്ങനെയെങ്കിൽ അവിടുത്തെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? അത് കൺവേർജൻ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു മോണോട്ടോൺ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് എക്സ് എന്നൊരു ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് എടുത്താൽ അതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? അവിടുത്തെ സുപ്രീമം ആയിരിക്കും. ഇൻക്രീസിങ് സീക്വൻസിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? സുപ്രീമം. അതുപോലെ y ഈക്വൽ ടു yn ഇസ് എ ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് yn എന്തായിരിക്കും? അവിടുത്തെ ഇൻഫീമം ആയിരിക്കും. ഓക്കെ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് വേയും നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വേ എന്താണ്? നമുക്കറിയാം എവരി കൺവേർജൻറ്റ് സീക്വൻസ് മസ്റ്റ് ബി ബൗണ്ടഡ് എന്ന്. അപ്പോൾ ആ ഒരു 1 വേ പ്രൂഫ് നമുക്കവിടെ കഴിഞ്ഞു. എല്ലാ കൺവേർജൻറ്റ് സീക്വൻസസും ബൗണ്ടഡ് ആണ്. ഇനി കോൺവേഴ്സ്ലി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം?
ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസസ് എല്ലാം കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം ലെറ്റ് എക്സ് ബി എ ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ്. എക്സ് എന്താകാം, മോണോട്ടോൺ ആയതുകൊണ്ട് തന്നെ അത് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കേസസും പ്രൂവ് ചെയ്യണം, എക്സ് ഇൻക്രീസിങ് ആവുന്ന ഒരു കേസും ഡിക്രീസിങ് ആവുന്ന കേസും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എക്സ് ഈക്വൽ ടു എക്സ് എൻ ഇസ് എ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് എന്നെടുത്തു. അപ്പോൾ സിൻസ് എക്സ് ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, എം എന്നൊരു റിയൽ നമ്പർ ഉണ്ടാവും സച്ച് ദാറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ. നമ്മൾ ബൗണ്ടഡിൻ്റെ ഡെഫിനിഷനിൽ പഠിച്ചതാണ്. അപ്പോൾ ഇനി കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി നിങ്ങൾ 2.3 പഠിച്ചിട്ടുള്ള കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ചിട്ട് ദി സുപ്രീമം എക്സ് സ്റ്റാർ എന്ന് ഞാൻ കൊടുത്തു ഇവിടെ സുപ്രീമത്തിന് കേട്ടോ, ഒരു നൊട്ടേഷൻ മാത്രം, ഈക്വൽ ടു സുപ്രീമം എക്സിസ്റ്റ് ഇൻ ആർ വി ഷോ ദാറ്റ് എക്സ് സ്റ്റാർ ആ സുപ്രീമമാണ്. അവിടുത്തെ ലിമിറ്റ് എന്ന് കാണിച്ചാൽ നമുക്ക് എന്ത് പറയാം, ബൗണ്ടഡ് സീക്വൻസ് കൺവെർജൻ്റ് എന്ന് പറയാമല്ലോ. നമ്മൾ ചൂസ് ചെയ്തത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്, അത് കൺവെർജൻ്റ് എന്ന് കാണിക്കണം, അതായത് അവിടുത്തെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് കാണിച്ചാൽ മതി. അപ്പം ഇഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഇസ് ഗിവൻ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഇസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്. അതായത് എക്സ് സ്റ്റാറിനെയാണ് നമ്മൾ അവിടുത്തെ സുപ്രീമമായിട്ട് എടുത്തത്. അപ്പം എക്സ് സ്റ്റാറിൽ നിന്ന് ഒരു ചെറിയ ക്വാണ്ടിറ്റി മൈനസ് ചെയ്യും, അതായത് എക്സ് സ്റ്റാറിനേക്കാളും താഴെയുള്ള ഒരു നമ്പർ എന്തായിരിക്കില്ല, ഒരിക്കലും അപ്പർ ബൗണ്ട് ആയിരിക്കില്ലല്ലോ, കാരണം എക്സ് സ്റ്റാർ ആണ് അപ്പർ ബൗണ്ട്. അപ്പം അതിനേക്കാളും ചെറിയൊരു നമ്പർ, അതായത് എക്സ് സ്റ്റാറിൽ നിന്ന് എപ്സിലോൺ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമ്പർ അപ്പർ ബൗണ്ട് ആയിരിക്കില്ല. അപ്പോൾ ഹെൻസ് ദെയർ എക്സിസ്റ്റ് എക്സ് കെ സച്ച് ദാറ്റ് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് കെ. അങ്ങനെ നമുക്ക് എന്ത് പറയാം, ദസ് എക്സ് ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ് അതായത് എന്താണ്, എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് കെ എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ എക്സ് എന്താണ്, ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്, ഇംപ്ലൈസ് ദാറ്റ് എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ വെൻ എവർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ നമുക്ക് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ ഉണ്ടോ. അതായത് നമുക്ക് എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ, കാരണം എക്സ് സ്റ്റാർ ആണല്ലോ നമ്മുടെ സുപ്രീമം. അപ്പോൾ ആ സുപ്രീമത്തിനേക്കാളും താഴെയുള്ള ഒരു നമ്പർ എന്തായില്ല, അപ്പർ ബൗണ്ട് ആവില്ല. അതുകൊണ്ട് തന്നെ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് കെ ആണ്, ദസ് എക്സ് ഇസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ്, ഇംപ്ലൈസ് ദാറ്റ് എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് എക്സ് എൻ കൺവേർജസ് ടു എക്സ് സ്റ്റാർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചൂസ് ചെയ്തത്, എക്സ് എൻ ഇസ് എ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് എന്നെടുത്തു. എക്സ് ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. ഇനി നമ്മൾ എക്സ് സ്റ്റാർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എക്സ് എൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ബൈ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ആ എക്സ് സ്റ്റാർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദി നമ്മൾ എടുത്ത സീക്വൻസ് എന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പം എക്സ് സ്റ്റാർ സുപ്രീം ആയതുകൊണ്ട് തന്നെ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ എക്സ് കെയേക്കാളും ചെറുതായിരിക്കും, കാരണം എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ എന്തല്ല, അപ്പർ ബൗണ്ട് അല്ല. അപ്പം മറ്റൊരു എലമെൻറ്റ് എക്സ് കെ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. അതാണ് ഇതായി കാണിക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് നമ്മുടെ കേസ് വൈ ഒരു ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ്. അപ്പം നമ്മളിവിടെ ഡിക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എക്സ് ഒരു ഇൻക്രീസിങ് സീക്വൻസ് എന്ന് ചൂസ് ചെയ്തു. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് ചൂസ് ചെയ്തു. ഡിക്രീസിങ് എന്താ അതിൻ്റെ അങ്ങനെ ഒരു ഇംപ്ലിക്കേഷൻ കൊടുത്തിട്ട് മൈനസ് വൈ ഇസ് എ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ്. അതായത് എക്സ് ഒരു ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അപ്പം നമ്മുടെ വൈ ഡിക്രീസിങ് ആയതുകൊണ്ട് തന്നെ വൈ ഈക്വൽ ടു മൈനസ് എക്സ് എന്നോ എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്നോ കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ് എന്താണ്, സുപ്രീമം ഓഫ് എക്സ് എൻ സച്ച് ദാറ്റ് എൻ എലമെൻറ്റ് ഓഫ് എൻ. ആ എക്സ് എന്നിനെ നമ്മൾ മൈനസ് വൈ എന്ന് എഴുതി. അപ്പം ലിമിറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് ലിമിറ്റ് വൈ. അപ്പോൾ സുപ്രീമം ഓഫ് മൈനസ് വൈ എൻ സച്ച് ദാറ്റ് എൻ എലമെൻറ്റ് ഓഫ് എൻ ഈക്വൽ ടു സുപ്രീമം ഓഫ് മൈനസ് വൈ എന്നെ മൈനസ് ഇൻഫിമം ഓഫ് വൈ എൻ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് വൈ ഈക്വൽ ടു മൈനസ് ലിമിറ്റ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് വൈ എൻ സച്ച് ദാറ്റ് എൻ എലമെൻറ്റ് ഓഫ് എൻ. അപ്പോൾ ലിമിറ്റ് വൈ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസിൻ്റെ ലിമിറ്റും അവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ തിയറം എന്തായി, നമുക്ക് പ്രൂവ്ഡ് ആയി.